അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നാം എല്ലാം മനുഷ്യരാണ്. എന്നാൽ മനുഷ്യരെല്ലാം പാപം ചെയ്യുന്നവരും അള്ളാഹു ആ പാപങ്ങളെ കാണുന്നവരും ക്ഷമിക്കുന്നവരുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പാപം ചെയ്യാത്തവരായി ആരും ഉണ്ടാവുകയില്ല. എന്നാൽ താൻ ചെയ്യുന്നത് പാപമാണെന്ന് തിരിച്ചറിഞ്ഞ് തൗബയിലേക്ക് മടങ്ങുന്നവനാണ് യഥാർത്ഥത്തിൽ നല്ല മനുഷ്യൻ. സഹോദരന്മാരെ, വലിയ പാപിയായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം 100 മനുഷ്യരെ വധിച്ചിരുന്നു. അദ്ദേഹം മഹാപാപിയായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന് തൗബ ചെയ്ത് മടങ്ങുവാൻ ഉദ്ദേശമുണ്ടായി. അദ്ദേഹം തൻ്റെ ആവശ്യം നാട്ടിലുള്ള ഒരു വ്യക്തിയുമായി കൂടിയാലോചിച്ചു. ആ വ്യക്തിയോട് താൻ 99 പേരെ വധിച്ചിട്ടുണ്ട് എന്നും തൗബ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും തൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കുമോ എന്നും ആലോചിച്ചു. ഉടനെ ആ വ്യക്തി പറഞ്ഞു, നീ വലിയ പാപിയാണ്, നിന്റെ ദോഷം അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല. ഉടനെ അദ്ദേഹം അവനെയും കൊന്നു. ഇപ്പോൾ അദ്ദേഹം 100 പേരെ കൊന്ന പാപിയായി. പിന്നീട് അദ്ദേഹം ഒരു പണ്ഡിതൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ ആവശ്യം അറിയിച്ചു. ഞാൻ 100 പേരെ വധിച്ചിട്ടുണ്ട്, ഇപ്പോൾ തൗബ ചെയ്ത് മടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കുമോ? ഉടനെ ആ പണ്ഡിതൻ പറഞ്ഞു, തീർച്ചയായും നിങ്ങളുടെ തൗബ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അള്ളാഹു തൗബയുടെ വാതിൽ ഒരിക്കലും അടക്കുകയില്ല. പശ്ചാത്താപിക്കുന്നവരെ അവൻ ഒരിക്കലും കൈവിടുകയുമില്ല. അതുകൊണ്ട് നിങ്ങൾ നന്മയുള്ള നാട്ടിലേക്ക് മടങ്ങൂ. അവിടെ ചെന്ന് കൂടുതൽ നന്മകൾ ചെയ്ത് ജീവിക്കൂ. തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ തൗബ സ്വീകരിക്കുക തന്നെ ചെയ്യും. അദ്ദേഹം ആ പണ്ഡിതൻ്റെ വാക്കുകൾ കേട്ട് നന്മയുള്ള നാട്ടിലേക്ക് നടന്നു. എന്നാൽ വഴിക്ക് വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ റഹ്മത്തിൻ്റെ മലക്കുകൾ അവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ റൂഹിനെ സ്വർഗത്തിലേക്ക് ആനയിക്കുവാൻ തീരുമാനിച്ചു. ഇത് കണ്ടപ്പോൾ നരകത്തിൻ്റെ അവകാശികളായ മലക്കുകൾ അവിടെ ഇറങ്ങി വന്നുകൊണ്ട് റഹ്മത്തിൻ്റെ മലക്കുകളോട് പറഞ്ഞു, ഇവൻ മഹാപാപിയായിരുന്നു, ഇവൻ 100 വ്യക്തികളെ കൊന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവന് ഒരിക്കലും സ്വർഗത്തിൻ്റെ അവകാശമില്ല, ഇവൻ നരകത്തിൻ്റെ അവകാശിയാണ്, ഇവനെ ഞങ്ങൾക്ക് വിട്ടുതരിക. എന്നാൽ റഹ്മത്തിൻ്റെ മലക്കുകൾ വിട്ടുകൊടുത്തില്ല. അങ്ങനെ അവർ ഒരു തർക്കത്തിലായി. അവസാനം അവർ ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തു. ഇദ്ദേഹം നടന്നു വന്ന വഴിയിലേക്കാണോ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ദൂരമുള്ളത്, അതല്ല ഇദ്ദേഹം പുറപ്പെട്ട നാട്ടിലേക്കാണോ ഏറ്റവും കൂടുതൽ ദൂരമുള്ളത്? ഇത് അളന്നു നോക്കുക. നന്മയുടെ നാട്ടിലേക്കാണ് അദ്ദേഹം ഏറ്റവും അടുത്തത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ തൗബ സ്വീകരിച്ചതായിട്ടും, അതല്ല അദ്ദേഹം തിന്മ ചെയ്ത് വരുന്ന നാട്ടിലേക്കാണ് ഏറ്റവും അടുത്തതെങ്കിൽ അദ്ദേഹത്തെ പാപിയായും കണക്കാക്കുക. ഇതായിരുന്നു മലക്കുകളുടെ തീരുമാനം. അങ്ങനെ അദ്ദേഹം പുറപ്പെട്ട വഴിയും പുറപ്പെടാനിരിക്കുന്ന വഴിയും മലക്കുകൾ അളന്ന് തിട്ടപ്പെടുത്തി. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം പുറപ്പെട്ട വഴിയിലേക്കാൾ അടുത്തത് നന്മയുടെ നാട്ടിലേക്കായിരുന്നു. അതുകൊണ്ട് അവർ അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് തന്നെ കൊണ്ടുപോകുവാൻ തീരുമാനിച്ചു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവൻ പശ്ചാത്താപത്തിൻ്റെ വഴിയിലായിരുന്നു, അതുകൊണ്ട് നാം അവനോട് ക്ഷമിച്ചിരിക്കുന്നു, അവനെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ കരുണ 100 ഭാഗമാക്കിയാൽ അതിൽ ഒരു ഭാഗം മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത്. ബാക്കി 99 ഭാഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദാസന്മാർക്ക് വേണ്ടി മഹ്ശറയിലേക്ക് നീക്കിവെച്ചിട്ടുള്ളതാണ്. സഹോദരങ്ങളെ, നാം ഒരു കാര്യം ഓർക്കുക, അള്ളാഹുവിൻ്റെ കരുണ ഒരു ഭാഗം മാത്രമാണ് ഭൂമിയിലേക്ക് ഇറക്കിയതെങ്കിൽ ആ ഒരു ഭാഗം കൊണ്ടാണ് ഒരു മാതാവ് കുഞ്ഞിനെ സംരക്ഷിക്കുന്നതും നാം മറ്റുള്ളവരോടെല്ലാം കാണിക്കുന്ന ദയയും മൃഗങ്ങളോടും മനുഷ്യരോടും മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ഇടയിലുള്ള നന്മയുമെല്ലാം ഈ ഒരു ഭാഗത്തിൽ പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറയിലേക്ക് നീക്കിവെച്ച 99 ഭാഗം കരുണകൾ എത്ര വലുതായിരിക്കും! അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും വീഴ്ചകളും പാപങ്ങളും എല്ലാം കാണുന്നുണ്ട്.
എന്നാൽ അള്ളാഹു അവയെല്ലാം ക്ഷമിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഒരു തൗബയാണ് അള്ളാഹു കാത്തിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ അള്ളാഹുവേ നീ എന്നോട് ക്ഷമിക്കണേ എന്ന് ദിവസവും പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, എൻ്റെ ദാസ, നീ എൻ്റെ അടുക്കൽ സുരക്ഷിതനാണ്, നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല. അള്ളാഹുവിനോട് ക്ഷമ ചോദിക്കാതെ മരിക്കുന്നവൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ ഈ ലോകത്ത് എത്ര വലിയവനാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ ഫലം ശൂന്യമായിരിക്കും. അള്ളാഹുവിൻ്റെ പൊരുത്തം നേടുവാൻ 3 വഴികളാണുള്ളത്. ഒന്ന്, നാം തൗബ ചെയ്യുക. ആത്മാർത്ഥമായി മനസ്സിൽ ഖേദിച്ച് ഇനി ഒരിക്കലും ഞാൻ തെറ്റുകളിലേക്ക് മടങ്ങുകയില്ല എന്ന് മനസ്സുകൊണ്ട് ശപഥം ചെയ്യുക. രണ്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് എല്ലാ സമയവും പ്രാർത്ഥിക്കുക. അല്ലാഹുവേ നീ എന്നോട് പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കുക. മൂന്നാമതായിട്ട് നന്മ ചെയ്യുക. എത്രത്തോളം നന്മയാണോ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അത്രത്തോളം നന്മ ചെയ്ത് ജീവിക്കുക. എന്നാൽ തീർച്ചയായും നാം എത്ര വലിയ പാപികളായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുക തന്നെ ചെയ്യും. എൻ്റെ സഹോദരങ്ങളെ, നാം എല്ലാവരും പാപം ചെയ്യുന്നവരാണ്. പാപം ചെയ്യാത്തവരായിട്ട് നമ്മിൽ ആരും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നാം അള്ളാഹുവിനോട് എല്ലായ്പ്പോഴും പൊറുക്കലിനെ തേടുകയും അവൻ്റെ മഗ്ഫിറത്തിന് വേണ്ടി യാചിക്കുകയും ചെയ്യുക. ഇതാണ് യഥാർത്ഥ തൗബ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ദോഷങ്ങളും മാപ്പാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.